ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പാട്രിയോട്ടിൻ്റെ ഈ ഒരു ഞായറാഴ്ച നല്ല ഞായറാഴ്ചയായി മാറുകയാണ്. മൂന്നാം ദിനം സിനിമയ്ക്ക് കളക്ഷൻ കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ നോക്കുമ്പോൾ 1771 ഷോകളിൽ നിന്ന് 2,50,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുകയാണ്. 50% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ പ്രകാരം 4,32,00,000 രൂപയാണ്. ഇന്നലെ സിനിമയുടെ ഫൈനലായി വന്നത് 4,62,00,000 രൂപയായിരുന്നു. ഇന്ന് അതിന് മുകളിലേക്കുള്ള കളക്ഷൻ പോവുകയാണ്. ഇന്നലെ സിനിമയ്ക്ക് 5,36,00,000 രൂപയോളമാണ് കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് 5,50,00,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വരും എന്നുള്ളതാണ്. സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളും വന്നെങ്കിലും ഇപ്പോഴും മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഏകദേശം 19 കോടി 20 കോടി റേഞ്ചിലേക്ക് എത്തുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി 16,45,00,000 രൂപയോളം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ആദ്യ ദിനം 1,60,00,000 രൂപയും രണ്ടാം ദിനം 97,00,000 രൂപയുമാണ് വന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ 2.5 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് നേടിയതെങ്കിൽ മൂന്നാം ദിവസം കൊണ്ട് 3.25 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ള ആ ഒരു അപ്ഡേറ്റുമാണ് പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 29.25 കോടി നേടിയ ചിത്രം രണ്ടാം ദിനം ഏകദേശം 18 കോടിയോളമാണ് വേൾഡ് വൈഡായിട്ട് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 47 കോടിക്കോളമാണ് കളക്ഷനായി വന്നത്. അങ്ങനെ രണ്ടാം ദിനം തന്നെ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറി. മൂന്നാം ദിനത്തെ പ്രീസെയിൽ കളക്ഷൻ കൂടെ കൂട്ടുമ്പോൾ കേരളത്തിലെ മാത്രം പ്രീസെയിൽ 2.5 കോടിക്ക് മുകളിലുണ്ടായിരുന്നു. ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 16 തൊട്ട് 19 കോടിക്ക് ഇടയിലാണ്. അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് 65 കോടിയോളം 3 ദിനം കൊണ്ട് എത്തും എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഈ ഒരു സിനിമ 65 കോടിയിലേക്ക് എത്തുകയാണ്. എന്തായാലും പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ശനിയും ഞായറും മികച്ച ഒരു ബുക്കിംഗ് സിനിമയ്ക്ക് വന്നു. എന്നിരുന്നാലും സിനിമയ്ക്ക് കളക്ഷൻ ഇടികൊണ്ട് ആദ്യ ദിനത്തെ വെച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാവുന്നതാണ്, തീർച്ചയായും ഇതിൻ്റെയൊക്കെ മുകളിലുള്ള ഒരു കളക്ഷൻ വരണമെന്നുള്ളത്. എന്തായാലും ജനങ്ങൾ കൈവിടുന്നില്ല എന്നുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഓവർസീസിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ്. കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ അവിടെ നിന്ന് വരികയാണ്. നാളത്തോടെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 അല്ലെങ്കിൽ മറ്റന്നാളത്തോടെ 25 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയോട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? എന്താണെങ്കിലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ഇതൊരു ഫ്ലാറ്റ് സിനിമയാണ്. പ്രത്യേകിച്ച് മോശം പറയാനൊന്നുമില്ല എന്ന് വെച്ച് വലിയ കാര്യങ്ങളും പറയാനില്ലാത്ത മമ്മൂട്ടിയും മോഹൻലാലിനെയും താരങ്ങളല്ലാതെ സാധാരണക്കാരാക്കി കൊണ്ടുപോകുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ പലർക്കും അത് ദഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഫ്ലാറ്റ് സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിനിമ വേറെയില്ല. എന്നാൽ ബോറടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.